നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ടൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. 47-ാം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റായി JD വാൻസും അധികാരമേറ്റു. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. The office of President of the United States. And will, to the best of my ability. And will, to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിൽ നടന്ന ചടങ്ങിൽ ജോ ബൈഡൻ, കമല ഹാരിസ്, ബറാക് ഒബാമ, ഇലോൺ മസ്ക് അടക്കമുള്ളവർ എത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പങ്കെടുത്തു. അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പ്രസംഗം തുടങ്ങിയത്. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. From weeks ago, without even a token of defense, they're raging through the houses and communities, even affecting some of the wealthiest and most powerful individuals in our country, some of whom are sitting here right now. They don't have a home any longer. That's interesting. But we can't let this happen. Everyone is unable to do anything about it. That's going to change. We have a public health system that does not deliver in times of disaster, yet more money is spent on it than any country anywhere in the world. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും പി ജെയിംസും ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കരയും ചെയ്യും. ആദ്യം പി ജെയിംസിലേക്ക്. ജെയിംസ്, ഇതിനോടകം ചരിത്രത്തിന്റെ ഭാഗമായ ട്രംപിന്റെ രണ്ടാം വരവിൽ വളരെ കൃത്യമായ ശക്തമായ പ്രഖ്യാപനങ്ങൾ തന്നെ ആദ്യ ദിനം ഉണ്ടാകുന്നു. ഒപ്പം നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നു ഡൊണാൾഡ് ട്രംപ്. എന്താണ്, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട നയം കുടിയേറ്റ നയം, അത് കൃത്യമായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു. ഒപ്പം എന്തായിരിക്കണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സ്ഥാനം, അതുകൂടി വ്യക്തമാക്കുകയില്ലേ ട്രംപ്? തീർച്ചയായിട്ടും പ്രജിൻ, അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ട്രംപ് പറഞ്ഞു അനധികൃത കുടിയേറ്റത്തിന് വിലങ്ങിടും, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല. ദേശീയ അടിയന്തരാവസ്ഥ സദേൺ ബോർഡറിൽ, തെക്കൻ അതിർത്തിയിൽ, മെക്സിക്കൻ അതിർത്തിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൻ്റെ ഇരുമ്പ് മുഷ്ടി പോലെയുള്ള ഈ കുടിയേറ്റ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് 100 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ യുദ്ധങ്ങൾ ആരംഭിച്ചത് നിർത്തുന്നത് മാത്രമല്ല, ഒരു യുദ്ധം പുതുതായി ആരംഭിക്കാതിരിക്കുന്നതും യുദ്ധമില്ലാത്തതിന് തുല്യമാണ് എന്നുള്ള തരത്തിൽ സംസാരം നടത്തി. ഞാൻ പീസ് മേക്കർ ആയിരിക്കും, യൂണിഫയർ ആയിരിക്കും. അതൊരു പുതിയ ഇതാണ്. അമേരിക്കയെ വെട്ടിമുറിക്കുന്ന ആളെന്നുള്ള അപരാധം കേട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റത്. കറുത്ത വംശജരെ മാറ്റി നിർത്തുന്നു, വെളുത്ത പ്രസിഡന്റ്. പക്ഷെ ഇത്തവണ ഞാനൊരു യൂണിഫയർ, അമേരിക്കയെ ഒരുമിച്ച് നിർത്തുന്ന ആളായിരിക്കും. ഒപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിൽ മുന്നോട്ട് പോയി പീസ് മേക്കർ, ഒരുപക്ഷെ സമാധാനത്തിന് നൊബേൽ സമ്മാനം പ്രതീക്ഷിക്കുന്ന ഒരു പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇത്തവണ പശ്ചിമേഷ്യയിൽ യുദ്ധം നിർത്തുന്നതിലേക്ക്, വെടിനിർത്തലും അതുപോലെ തന്നെ ബന്ദികളെ വിട്ടയക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ഇതാ ഇസ്രായേലിലെ ബന്ദികളെ വിട്ടയച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വാക്കിന് വിലയുണ്ട്. ഇനി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് സംസാരിക്കാൻ പോകുന്നു. ഉക്രൈൻ യുദ്ധം ഞാൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നിർത്തുമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അധികാരത്തിലെത്തി ആദ്യമായി സംസാരിക്കുന്ന ഒരു പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കും എന്നുകൂടി സൂചനയുണ്ട് അതിൽ. എന്തായാലും ഉക്രൈൻ യുദ്ധവും മുന്നോട്ട് പോകാൻ എളുപ്പമല്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞൊരിതുണ്ട്, നമ്മുടെ രാജ്യത്തെ അതിർത്തികൾ കാക്കാൻ നമ്മുടെ സൈന്യത്തെ ഉപയോഗിക്കാതെ, നമ്മുടെ ഡിഫൻസ് ബജറ്റിനെ നോക്കാതെ മറ്റു രാജ്യങ്ങളുടെ അതിർത്തി കാക്കാൻ വേണ്ടി പണം മുഴുവൻ ചെലവാക്കുന്നു. അത് ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഇറക്കിയ പണത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ പനാമ കനാലിൻ്റെ കാര്യത്തിൽ, പനാമ കനാലിൽ ഞങ്ങൾ അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം ചൈനയാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു. അപ്പം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റുന്നു. അമേരിക്കക്കാരുടെ പ്രൈഡ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
ആദ്യ ദിവസം തന്നെ മാറ്റിമറിക്കലിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ജോ ബൈഡനെയും കമലാ ഹാരിസിനെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവരോടുള്ള വൈരാഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ടാണ് അകത്തും പുറത്തും പരാജയപ്പെട്ട അമേരിക്കൻ സർക്കാർ അമേരിക്കയുടെ ശക്തിയും പ്രൗഢിയും വീണ്ടെടുക്കും, ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തന്റെ പ്രസംഗം. ജെയിംസ്, ഇങ്ങനെ ഈ രീതിയിൽ അമേരിക്ക അഭിവൃദ്ധി പ്രാപിക്കാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വിമർശനങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള ചില പ്രഖ്യാപനങ്ങളും നയങ്ങൾ കൂടി ഇന്നത്തെ ആദ്യ പ്രസംഗത്തിൽ ട്രംപ് നടത്തി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മുതൽ രാജ്യത്ത് ആൺപെൺ എന്നീ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതായത് കൃത്യമായി ലക്ഷ്യം വെക്കുന്ന LGBTQ+ കമ്മ്യൂണിറ്റിയെ തന്നെയാണ് അവർ അംഗീകരിക്കില്ല എന്ന് പറയാതെ പറയുന്നുണ്ട് ട്രംപ്. ഒന്നത്, മറ്റൊന്ന് ഈ ഹരിത ചട്ടങ്ങളെല്ലാം പിൻവലിക്കും, ഈ ഖനനത്തിന് അനുമതി നൽകും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അത് വിമർശന വിധേയമാകാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ വലിയ വിമർശനം വരാവുന്ന ഒരു കാര്യമാണ്. കാരണം പുരോഗമനവാദികളും അതുപോലെ തന്നെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള പ്രശ്നം ഒരു വലിയ ഇതായിട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, ട്രാൻസ്ജെൻഡറിനെ അംഗീകരിക്കില്ല എന്നൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള നയം ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്രംപ് പൊതുവെ കൺസർവേറ്റീവ് ആണെന്നുള്ള നമുക്കറിയാം, പക്ഷെ ഇത്രയും തീവ്രമായൊരു നിലപാടെടുക്കും എന്ന് കരുതിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ നയം വലിയ വിമർശനത്തിന് വിധേയമാവും. എന്ന് മാത്രമല്ല, ഇലക്ട്രിക് കാറുകൾ അതുപോലെ തന്നെ പരിസ്ഥിതിയെ രക്ഷിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ഉള്ള ഒരു വാണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ മാക്സിമം നമ്മൾ ഡ്രിൽ ചെയ്തെടുക്കും, ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉണ്ട്, അത് ഇതെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള താപനവും അതൊന്നും ഞങ്ങൾ കണക്കിലാക്കുന്നില്ല. അതുപോലെ കോവിഡിൻ്റെ കാലത്ത് കോവിഡ് വാക്സിൻ എടുക്കാതെ പുറത്താക്കപ്പെട്ട സൈനികരെ മുഴുവൻ തിരിച്ചെടുക്കുന്നു. ഇതൊക്കെ ഒരു പക്ഷേ വലിയ കോൺട്രവേഴ്സിക്ക് സാധ്യതയുണ്ട്. അതൊന്നും അദ്ദേഹം വലിയ രീതിയിൽ കാണുന്നില്ല. ഒപ്പം തന്നെ ഈ പനാമ കനാൽ തിരിച്ചുപിടിക്കാനുള്ള നീക്കം, ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റാനുള്ള നീക്കം, ഇതൊക്കെ മറ്റു രാജ്യങ്ങൾ വളരെ സംശയദൃഷ്ടിയോടെയാവും കാണുക. അതുപോലെ തന്നെ ചൈനയെ കുറിച്ചുകൂടി പറയാം. ചൈനയോട് ഒരു ഭാഗത്ത് അവിടുത്തെ പ്രസിഡന്റിനെ വിളിച്ച് വൈസ് പ്രസിഡന്റിനെ അവർ അയക്കുന്നു. 2018 ചൈന വിരുദ്ധ നയം കൊണ്ടാണ് ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതേ ചൈനയെക്കുറിച്ച് തന്നെ ഒരേ സമയത്ത് വ്യാപാരം നടത്തുകയും മറുഭാഗത്ത് പനാമ കനാൽ ചൈന കൈവശം വെച്ചിരിക്കുകയാണെന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയോട് കുറച്ചുകൂടി നല്ല അടുപ്പമുള്ള നയമാണ് സ്വീകരിക്കാൻ സാധ്യത എന്ന് പറയുന്നു. പക്ഷേ കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിൽ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ ഒരുപാട് ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പൊതുവെ ചൈനയേക്കാൾ പാകിസ്ഥാനേക്കാൾ മുൻതൂക്കം ട്രംപ് ഭരണകാലത്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ശരി, 47ാം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. സുവർണ്ണ കാലഘട്ടത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഇന്ന് അഭിസംബോധന പ്രസംഗം ആരംഭിച്ചത്. ഒപ്പം തന്നെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും വരും വർഷങ്ങളിൽ, അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഏത് നിലപാട് സ്വീകരിച്ചായിരിക്കും മുന്നേറുക എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമെല്ലാം ഇന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്തു. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. മധു, ആദ്യ മണിക്കൂറുകളിൽ ഈ പ്രസംഗത്തിന് ശേഷം എന്താണ്, ഏത് രീതിയിലാണ് അമേരിക്കൻ ജനത അതിനോട് പ്രതികരിക്കുന്നത്, എന്താണ് കൃത്യമായി ഇനി ചെയ്യേണ്ടത് എന്ന ആഹ്വാനങ്ങളുമെല്ലാം ഈ അഭിസംബോധന പ്രസംഗത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. ജനങ്ങൾക്ക് വേണ്ടി പോരാടും, ജനങ്ങൾക്ക് വേണ്ടി വിജയം സുനിശ്ചിതമായും നേടിയെടുക്കുമെന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് ആ പ്രസംഗം അവസാനിപ്പിച്ചതും. എന്താണ്, ഏത് രീതിയിലാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയിൽ? പ്രജിൻ, അല്പ മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ക്യാപിറ്റൽ ഹില്ലിലെ ക്യാപിറ്റൽ റൊട്ടൻഡയിൽ അവസാനിച്ചത്. പ്രജിൻ ചോദിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് മേക്ക് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനായിരുന്നു ഡൊണാൾഡ് ട്രംപ് നയിച്ചത്. അതുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്ന് ഏതാണ്ട് 100ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുന്നുണ്ട്. അതിൽ ചിലതിനെ പറ്റിയൊക്കെയുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റം നിർത്തുവാനുള്ളതും അതുപോലെ ക്യാപിറ്റൽ ഹിൽ ലഹളയിൽ പങ്കെടുത്തവർക്കുള്ള പൊതുമാപ്പ് നൽകുന്നതും ഇങ്ങനെ പോകുന്നു ഈ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഇതിൽ ഏതൊക്കെയാണ് ഒപ്പിടുന്നതെന്നുള്ളത് അറിയുവാൻ അല്പസമയം കൂടെ കാത്തിരുന്നാൽ മതി. ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഈ ഒരു ചെറിയൊരു ചടങ്ങായതുകൊണ്ട് തന്നെ തൻ്റെ അനുയായികൾ ഈ കൊടും തണുപ്പിലും മലയാളികൾ ഉൾപ്പെടെ ധാരാളം പേർ വാഷിംഗ്ടൺ DC എത്തിയിട്ടുണ്ട്. ആ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിനുശേഷം ഈ ക്യാപിറ്റൽ ഹില്ലിൽ നടക്കുന്ന ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും ഓവൽ ഓഫീസിൽ എത്തുന്നത്. ഓവൽ ഓഫീസിൽ നിന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ
പത്നിയും യാത്രയാകാനുള്ള സമയമായിരിക്കുകയാണ്. അവർ ഹെലികോപ്റ്ററിൽ വൈറ്റ് ഹൗസിനെ വലയം ചെയ്താണ് ജോയിന്റ് ആർമി ബേസിൽ എത്തിയതിനു ശേഷമായിരിക്കും വിടവാങ്ങുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരവും അതുപോലെ ജോ ബൈഡന്റെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള പടിയിറക്കവുമായിരിക്കും അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രജിൻ, ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി നോക്കാം. പാറശാല ഷാരോൺ ബജാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായ കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. വിധി പകർപ്പ് 24-ന് ലഭിച്ചു. ഗ്രീഷ്മ ഷാരോൺ രാജിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ടു പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോൺ രാജിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 തവണ ഗൂഗിളിൽ തിരഞ്ഞു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഞങ്ങളുടെ മുന്നിൽ വളരെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം കോടതിയിൽ എത്തിക്കുന്നതിനും അത് കോടതിയെ മനസ്സിലാക്കിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രോസിക്യൂഷൻ സാധിച്ചു. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു വിജയം കൂടി തന്നെ. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഷാരോൺ കേസിലെ തെളിവുകൾ സംരക്ഷിച്ചത് അദൃശ്യനായ ദൈവം. വിധി പ്രസ്താവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കോടതി. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അതിലേക്ക് വഴിതെളിച്ചത്, വഴി നയിച്ചത് പോലീസും പ്രോസിക്യൂഷനും കാട്ടിയ നിതാന്ത ജാഗ്രതയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നിറകണ്ണുകളോടെയാണ് ഷാരോൺ രാജിന്റെ കുടുംബം കേട്ടത്. കോടതിക്ക് മുൻപിൽ കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞു കുടുംബം. ദൈവത്തിന്റെ രൂപത്തിൽ നീതിമാനായ ജഡ്ജി ഇറങ്ങി വന്നു എന്നായിരുന്നു ഷാരോണിന്റെ മാതാവ് പ്രിയയുടെ പ്രതികരണം. 2 വർഷം ഷാരോൺ രാജിന്റെ കുടുംബം നടത്തിയ നിയമപോരാട്ടമാണ് ഒടുവിൽ വിജയത്തിലെത്തിയത്. കുടുംബം ആഗ്രഹിച്ച വിധി വന്നപ്പോൾ കോടതിയിൽ വൈകാരിക നിമിഷങ്ങൾ. കണ്ണീരോടെ ജഡ്ജിയെ തൊഴുത് നന്ദി രേഖപ്പെടുത്തി. തന്റെ പൊന്നുമോനായി ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ നേരിട്ടെത്തി വിധി പറഞ്ഞെന്ന മാതാവ് പ്രിയ. ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ്. 1000 നന്ദി. തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അന്വേഷണ സംഘം ഏറ്റവും നന്നായി കേസ് അന്വേഷിച്ചെന്ന സഹോദരൻ ഷിമോൺ. പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. CI സജി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിധിയിലെ തൃപ്തി ഒറ്റ വരിയിലൊതുക്കി പിതാവ് ജയരാജ്. അവർക്ക് അവസാന ശിക്ഷ കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു, അത് നടന്നു. ആഗ്രഹിച്ച വിധി വന്നതോടെ 2 വർഷം നീണ്ട നിയമപോരാട്ടം കൂടി കുടുംബം അവസാനിപ്പിക്കുകയാണ്. സലിം മാലിക്, 24 തിരുവനന്തപുരം.
അല്പസമയം മുൻപ് വന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കോട്ടയം ഇല്ലിക്കലിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഒരാൾ കുത്തേറ്റ് മരിച്ചു. ഇല്ലിക്കൽ പരുത്തിയകം പ്ലാത്ര റെജിയാണ് മരിച്ചത്. പ്രതി ഹരിദാസിനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ടോബി, എന്താണ് സംഭവം? ഈ വാക്കുതർക്കത്തിനിടയാക്കിയത് എന്താണ്? വിവരങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇല്ലിക്കൽ ഷാപ്പിന് മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും ഇരുവരും പരസ്പരം ഈ കത്തി കൊണ്ട് കുത്തുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു കത്തിയാണ് ഉണ്ടായിരുന്നത്. ആദ്യമേ ഈ പ്രതിയായ ഹരിദാസിന് നേരെ കത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സംഘർഷത്തിനൊടുവിൽ ഈ ഹരിദാസ് ഈ കത്തി കൊണ്ട് റജിയെ കുത്തുകയായിരുന്നു എന്നാണ് അവിടെയുള്ള നമ്മളോട് പറയുന്നത്. ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഈ റജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ പ്രതിയായിട്ടുള്ള ഹരിദാസിന്റെ നില അല്പം ഗുരുതരമായി തുടരുകയാണ്. മെഡിക്കൽ കോളേജിലാണ് ഈ വ്യക്തി ഉള്ളത്. ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു, നേരത്തെ പരിചയമുള്ളവർ തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതേ തുടർന്ന് ഇന്നുണ്ടായ ഒരു തർക്കമാണ് ഈ ഒരു സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുമരകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രജീവ്, കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, 50,000 രൂപ പിഴയടക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് സിയാൽദ വിചാരണ കോടതി വ്യക്തമാക്കി. നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാര തുക സ്വീകരിക്കില്ലെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. മനസാക്ഷിയെ ഞെട്ടിച്ച കൊൽക്കത്ത ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം സിയാൽദ വിചാരണ കോടതി തള്ളി. പ്രതി കുറ്റം ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി ആവർത്തിച്ചെങ്കിലും പരമാവധി ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായില്ല. കോടതി വിധിച്ച 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷാവിധിയുടെ വാദത്തിനിടയിലും പ്രതി സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചു. തന്നെ പോലീസ് പെടുത്തിയതാണെന്നും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രതി ആരോപിച്ചു. സമൂഹത്തിന് മുതൽക്കൂട്ടാൻ വേണ്ട ഡോക്ടറെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. സമൂഹത്തിന്റെ വിശ്വാസമാർജിക്കുന്നതിനും അതിശക്തമായ സന്ദേശം നൽകുന്നതിനും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBIയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിർഭയയ്ക്ക് ശേഷം രാജ്യം കണ്ട അതിക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ്. പ്രതിക്ക് വധശിക്ഷ എന്ന മുറവിളി രാജ്യമെങ്ങും അലയടിച്ചിരുന്നു. വിധിയിലുള്ള നിരാശ ആരോഗ്യ പ്രവർത്തകർ പരസ്യമാക്കി കഴിഞ്ഞു. നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കോൺഗ്രസിനെതിരെ CPIM. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ കുതിര കച്ചവടമെന്ന് ആരോപണം. പാർട്ടിക്കും പോലീസിനുമെതിരെ ആരോപണം കടുപ്പിച്ച് കൗൺസിലർ കലാരാജുവും രംഗത്തെത്തി. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതും തിരികെ വിട്ടതും കോൺഗ്രസ് ആണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് CPIM കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി. അവിശ്വാസ പ്രമേയത്തിന് 3 ദിവസം മുന്നേ കലാരാജുവിനെ കോൺഗ്രസ് ഒളിപ്പിച്ചു. ബാങ്ക് ഇടപാടുകൾ ഒത്തുതീർപ്പാക്കാമെന്ന വാഗ്ദാനം നൽകി. അനൂപ് ജേക്കബ് MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ കുതിര കച്ചവടമാണെന്നും CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്. ജനുവരി 15 മുതൽ ജനുവരി 18 രാവിലെ വരെ കലാരാജു എവിടെയായിരുന്നു? അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ഞങ്ങൾ പോലീസിന് കൈമാറും. കൂത്താട്ടുകുളത്തും പരിസര പ്രദേശത്തുമായി ചില വീടുകളിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കമുള്ള വീടുകളിൽ കലാരാജുവിനെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. CPIM ആരോപണങ്ങൾ കലാരാജു തള്ളി. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണം ബാലിശമാണെന്നും കലാരാജു. UDFകാർ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ കാണാതായിട്ട് ഒരു പോലീസിൽ പരാതി കൊടുത്തിരുന്നോ? കൗൺസിലറെ, അവരുടെ കൂടെയുള്ളൊരു കൗൺസിലറെ കാണാതായി എന്ന് ഇവരിപ്പോൾ പറയുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലൊരു ഇൻഫർമേഷൻ ഉണ്ടോ ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതിന്? കേസിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. CPIM വിശദീകരണ യോഗം നാളെ കൂത്താട്ടുകുളത്ത് നടക്കും. 24, കൊച്ചി. 24 റൗണ്ട് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.